നമ്മുടെ ചുറ്റും പല ടൈപ്പ് ആൾക്കാരുണ്ട്. നമുക്ക് എപ്പോഴും എല്ലാവരെയും മനസ്സിലാക്കിയിട്ട് നമുക്ക് അവരെ ഫ്രണ്ട്സ് ആവാനോ നമ്മളുടെ ഒരു പാർട്ട്ണർ ആക്കാനോ ഒന്നും പറ്റണം എന്നില്ല. നമ്മൾ മനുഷ്യന്മാരാണ്, അബദ്ധങ്ങൾ സംഭവിക്കാം, അവർക്ക് നന്മയുണ്ടാവാം തിന്മയുണ്ടാവാം. ചിലപ്പോൾ അറ്റ് സം പോയിന്റ് നമുക്ക് അവര് നല്ലതായിരുന്നിരിക്കില്ല. പല സാഹചര്യങ്ങളിലും വഴക്കുകൾ ഉണ്ടാവുമ്പോൾ ആളുകൾ വായി തോന്നിയത് പറയില്ലേ. അങ്ങനെ എല്ലാം കേൾക്കുന്ന സമയത്ത് നമ്മൾ മാനസികമായിട്ട് തളരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. പക്ഷെ ആ സമയത്താണ് അഡൽട്ട് പ്രസൻസ് കൂടെ പിടിക്കേണ്ടത്. അഡൽട്ട് പ്രസൻസ് എന്ന് ഉദ്ദേശിക്കേണ്ടത് നമ്മൾ അതിൽ ഇൻവോൾവ് ആയിട്ട് കാണാതെ ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് എടുക്കുന്നത് നല്ലതാണ്. ആരെന്ത് പറഞ്ഞാലും there are 6 or 8 billion people in the world. ഇതിലത്തെ ഒരാൾ മാത്രമാണ് അത്. അയാൾ പോയിന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. യു വിൽ ഫൈൻഡ് ന്യൂ പീപ്പിൾ. ശരിയാണ്, ചില കണക്ഷൻസ് വാല്യുബിൾ ആണ്, ബട്ട് നത്തിങ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദ കണക്ഷൻ യു ഹാവ് വിത്ത് യുവർ സെൽഫ്. അപ്പൊ അതുകൊണ്ട് ആദ്യം ആ റിയലൈസേഷനിൽ സ്റ്റാർട്ട് വിത്ത് സെൽഫ് കമ്പാഷൻ. ടെൽ യുവർ സെൽഫ് ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് യുവർ ഫോൾട്ട്. മേ ബി എ പാർട്ട് ഓഫ് യു ഇസ് റെസ്പോൺസിബിൾ ഫോർ വാട്ട് ഹാപ്പൻഡ്, ബട്ട് ഫോർഗീവ് യുവർ സെൽഫ്. അങ്ങനെ ആ ഒരു സെൽഫ് കമ്പാഷനിൽ നിന്നാണ് ഓക്കെ ഇങ്ങനത്തെ ആളുകൾ നമുക്ക് നല്ലതല്ല എന്നുള്ളൊരു അൾട്ടിമേറ്റ് സെൽഫ് അവെയർനെസ്സിൽ നിന്നും കൂടി മുന്നോട്ട് നാവിഗേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ചില ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നതാണ് നല്ലത്. ചില ബന്ധങ്ങൾ ഒരു സീസണൽ മാത്രമായിരിക്കും, എന്തെങ്കിലും ഒരു പർപ്പസ് സേവ് ചെയ്യാൻ. ചില ബന്ധങ്ങൾ വെറുതെ ഒരു ട്രെയിൻ യാത്ര പോലെയാണെന്ന് ഞാൻ പറയാറുണ്ട്. കയറും, അവരുടെ സമയമാകുമ്പോൾ അവർ ഇറങ്ങിപ്പോവും എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കാനും അവരെ പിടിച്ചു നിർത്താനും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ യാത്ര മുന്നോട്ട് പോവില്ല. നിങ്ങളെ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യാൻ ശ്രമിക്കാം.